അത് വെറും തലയിറക്കമായിരുന്നു. എപ്പോഴും ബിസിനസിന്റെ ടെൻഷൻ അല്ലേ അമ്മേ, അതാ. ഏ ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ വിളിക്കില്ലേ. മഹേശ്വരി അമ്മ മഹേശ്വരി അമ്മൂമ്മയായെന്ന് പറയാൻ. അമ്മ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്ക്. കുടുംബത്തില് ഒരു കുഞ്ഞിക്കാലൊക്കെ കാണാം. ഞങ്ങൾക്കും വേണ്ടേ അതിനു മുമ്പ് ചില പ്രിപ്പറേഷൻസ് ഒക്കെ. ആ പിന്നെ അമ്മയൊരു കാര്യം അറിഞ്ഞില്ലല്ലോ. തൃച്ചംബരത്ത് വീണ്ടും ആ അടുക്കളക്കാരിയെ കാണാതായിരിക്കുക. അതെ, അവള് തന്നെ. അടുക്കളക്കാരി കം ബ്രാൻഡ് അംബാസിഡർ കം തൃച്ചംബരത്തെ മഹാറാണി പട്ടം കൊതിക്കുന്ന കല്യാണി ദാസ്. അവളൊരു നീണ്ട കത്തു എഴുതി ആ പരമ്പരാഗത മാലയും അതിന്റെ പുറത്ത് ഊരി വെച്ച് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. പിന്നെ അന്വേഷണമൊക്കെ യഥാവിധി നടക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോ സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ട് പഴയതുപോലെ ഒരു ഊർജ്ജസ്വലത ഇല്ലെന്നേ ഉള്ളൂ. ആ ഒരേ കാര്യം പലവട്ടം ആവുമ്പോ എല്ലാവർക്കും മടുക്കില്ലേ അമ്മേ, അത് തന്നെ. ആ ശരിയെന്നാ, ഞാൻ നാളെ വിളിക്കാം. അമ്മ കിടന്നോ. ഗുഡ് നൈറ്റ്. അരവിന്ദ്, എന്താ അവിടെ തന്നെ നിന്നത്? ഞാൻ സംസാരിച്ചത് അമ്മയോടാ, രഹസ്യമൊന്നുമില്ല. മനസ്സിലായി. ഏതായാലും MBA ഗോൾഡ് മെഡൽ വാങ്ങിയതിന്റെ ഗുണം സംസാരത്തിലുണ്ട്. വാക്കുകൾ കൊണ്ട് അരങ്ങ് തകർക്കല്ലേ. സോറി, അങ്ങനെയൊന്നുമില്ല. തകർത്ത് അഭിനയിക്കുന്ന ചിലരുടെയൊക്കെ മുന്നിൽ വീഴാതെ നിൽക്കാനുള്ള തയ്യാറെടുപ്പ്, അത്രമാത്രം. അഭിനയിച്ച ഞാനല്ലല്ലോ, രാവിലെ നീയല്ലേ തകർപ്പൻ അഭിനയം കാഴ്ചവെച്ചത്. അമ്മയും അച്ഛനൊക്കെ നീ നന്നായിട്ടങ്ങ് പറ്റിച്ചു. എന്റെ യാത്ര മുടക്കലായിരുന്നു നിന്റെ ലക്ഷ്യമെന്നേ ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ. ഏതിനും നീ ഇത്രയും വലിയ അഭിനേത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് നമോ വാക്ക്. അല്ല, ഇനി എനിക്കൊരു കാര്യം മനസ്സിലായാൽ മതി. എൻ്റെ യാത്ര മുടക്കിയിട്ട് നീ എന്താ നേടിയത്? എന്തായിരുന്നു നിന്റെ മനസ്സിലെ യഥാർത്ഥ തിരക്കഥ? അതൊക്കെയുണ്ട്. അല്ല, ഒരു നാടകം എപ്പോഴാ സമ്പൂർണമായി വിജയിക്കുന്നതെന്ന് അറിയൂ അരവിന്ദന്? സോറി, ഞാനൊരു പാവം മനുഷ്യനാണേ. മികച്ച നടി നീയല്ലേ ഇപ്പോ, നീ തന്നെ പറഞ്ഞാ മതി. ഒരു നാടകം സ്റ്റേജിൽ തകർത്ത് അഭിനയിക്കുമ്പോഴല്ല, കാഴ്ചക്കാരുടെ കയ്യടിയും ആരവങ്ങളും ഉയരുമ്പോഴും അല്ല, മറിച്ച് കാണികളുടെ മനസ്സിൽ ആ നാടകം നടന്ന് അവരത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ദിവസങ്ങളോളം മനസ്സിൽ അത് കൊണ്ടു നടക്കണം. അപ്പോഴാ അത് വിജയിക്കുന്നത്. ഇവിടെ എന്റെ അഭിനയം കൊണ്ട് ഞാൻ എന്ത് നേടിയെന്ന് നീ ചോദിച്ചില്ലേ? ഞാൻ രാവിലെ കളിച്ച നാടകം ആന്റിയുടെയും അങ്കിളുടെയും മനസ്സിൽ ഇപ്പോഴും അരങ്ങ് തകർക്കുന്നുണ്ട്. അതാണ് വിജയം. പുതിയൊരു കഥാപാത്രത്തെ അവര് കാത്തിരിക്കുക ഈ വീട്ടിൽ, നമ്മുടെ കുഞ്ഞിനെ. ആദ്യമൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് ബോധേഡ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ചിലത് ആലോചിക്കുമ്പോ എനിക്കും വാശിയായെന്ന് കൂട്ടിക്കോ. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് എനിക്കും കിട്ടണം. ഇത് അരവിന്ദിനെ തോൽപ്പിക്കാനോ സ്വയം ജയിക്കാനോ അല്ല, മറിച്ച് ഞാൻ ശരിയായി ജീവിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കാനോ. വെറും പെണ്ണായതുകൊണ്ടോ കെട്ടുതാലിയുടെ ഭാരം കൊണ്ടോ സ്വന്തം സ്വപ്നച്ചിറകുകളെ അരിഞ്ഞു മാറ്റാൻ ഈ നന്ദനയ്ക്ക് പറ്റില്ല എന്നർത്ഥം. കൊള്ളാം. പരസ്പരം വിശ്വാസവും ബഹുമാനവുമുള്ള നല്ലൊരു സുഹൃത്തായിട്ടാണ് ഞാൻ നിന്നെ ഇതുവരെ കണ്ടിരുന്നത്. അത് നിനക്ക് അറിയുകയും ചെയ്യാം. എല്ലാം മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്ത പോലെ നടിക്കുകയാണ് നീ ഇപ്പോ. മനസ്സിലാക്കലും നടിക്കലും ഒന്നുമല്ല. സമൂഹത്തിന്റെ ചോദ്യങ്ങളുണ്ട് എന്റെ മുന്നിലിപ്പോ. എനിക്കതിന് ഉത്തരം പറയണം. സമൂഹം മണ്ണാങ്കട്ട. നാളെ ഞാൻ നിരന്തരം കുടിച്ചോണ്ട് വന്ന സമൂഹം നിന്നെ കുടിയന്റെ ഭാര്യ എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പൊ നീ സമൂഹം പറയുന്ന കേട്ട് എന്നെ ഉപയോഗിച്ച് പോവോ? കേക്കട്ടെ. പക്ഷെ അതും ഇതും തമ്മിൽ ബന്ധമുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഒന്ന് മാത്രം, ഒരു കുഞ്ഞുണ്ടാവണമെങ്കിലേ വെറും അഭിനയം കൊണ്ട് പറ്റില്ല. നമ്മൾ രണ്ടും മനസ്സ് വെക്കണം. ഇപ്പൊ എനിക്കതില്ല. ഈ നാടകം നീ ഒറ്റയ്ക്ക് അഭിനയിച്ചാൽ മതി. ഏകപാത്ര നാടകം. ഞാൻ കാണില്ല, അത്ര തന്നെ. ആ പറഞ്ഞ ബ്രോ.
പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം ശലഭവും. ഏയ് ഇല്ലില്ല, ഞാൻ ഉടനെ എത്തും. സർക്കാർ ജോലി വിട്ടുള്ള ഒരു കളിക്കും സുബ്രു ഇല്ലേ? ആ ശരി ശരി, നീ വെക്കേ, ഞാൻ വിളിച്ചു പറയാം എപ്പോഴും നാട്ടിലെത്തുന്നതെന്ന്. ഓക്കേടാ. അപ്പോഴേ നിങ്ങളിവിടെ ഈ റൊമാൻസ് കളി എത്ര നാൾ തുടരാനാ ഉദ്ദേശം? എനിക്ക് നാട്ടിൽ പോണം. പോകുന്ന ഡേറ്റ് ഒന്ന് പറ. ആ ഡേറ്റ് ഒക്കെ പറയാം, ആദ്യം നീ ജ്യൂസും കുടിക്കുക. ഇതെന്താ രണ്ടെണ്ണം? അപ്പൊ നിങ്ങൾക്കോ? എടാ ഒരെണ്ണം നിനക്ക്, ഇത് ഞങ്ങൾക്കും. ആ സ്ട്രോങ് എടുത്ത് ഇനി നീ നേരിട്ടും കുടിച്ചാൽ മതി. ഓ ഇപ്പൊ മനസ്സിലായി. നടക്കട്ടെ നടക്കട്ടെ, ഇവിടെ മുംബൈയിലാവുമ്പോ ആരും ശല്യത്തിനില്ലല്ലോ. ഓ നീ പോടാ അവിടുന്ന്. ആ കുടിക്കുകയല്ലേ നീ? എനിക്കും വയ്യ. എടാ നീ ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടോ കല്യാണിക്ക് നാണക്കേട്? നീ ഇവിടെ എണീറ്റ് പോ. ചെല്ലു പോ. അത് കൊള്ളാം, കൂട്ടുകാരനല്ലേന്ന് കരുതി ലീവ് എടുത്ത് വന്നേ ഞാൻ. ആ എന്നോട് എടാ ആനന്ദേ, നിന്നെ ഞാൻ. മച്ചു പ്ലീസ്. ശരി ശരി, ഇനി ഞാൻ മാറി ഇരുന്നില്ലെന്ന് വേണ്ട, ഞാൻ പോയേക്കാം. പോടാ. പാവ സുബ്രസാറ്, സുബ്രസാറിനെ പറഞ്ഞു വിടണ്ടായിരുന്നു. കഷ്ടായി പോയി. കഷ്ടമല്ല, കട്ടുറുമ്പ്. നമുക്ക് കുടിക്കാം. പോടാ. എടാ, ശ്ശോ. സോറി. അകത്തുനിന്ന് വാങ്ങി പുറത്തുനിന്ന് കുടിക്കാനാണല്ലോ ദൈവമേ നമ്മുടെ വിധി. എടാ ആനന്ദേ, അഖിലേറ്റ് വരുന്നു. എന്റെ ദേവി, അഖിലാമേടോ? ഇരിക്കുക കല്യാണി. ഇത് വെറുതെ നമ്മൾ ഇവനെ പറഞ്ഞു വിട്ടതുകൊണ്ട് ഇവൻ പേടിപ്പിക്കുന്നത്. ആനന്ദ, ഇത് കള്ളമല്ല, ആന്റി അകത്തേക്ക് വരുന്നു. സംശയമുണ്ട്, നീ വന്ന് നോക്ക്, സമയം കളയാതെ. ഞാൻ വന്ന് നോക്കിയ അമ്മയെ അവിടെ കണ്ടില്ലെങ്കിൽ അപ്പോഴാ നീയുടെ സ്വഭാവം അറിയാൻ പോകുന്നേ. എന്തോ ആയിക്കോട്ടെ, നീ വാ വേഗം. എഴുന്നേക്ക്. കല്യാണി പെട്ടെന്ന് വാ. ഇവിടെ നിൽക്ക. സുബ്രു വന്നിരിക്ക.
ആനന്ദ്, ആ അമ്മേ, അമ്മ എങ്ങനെ ഇവിടെ? നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. നിങ്ങൾ 3 പേരുണ്ടെന്നാണല്ലോ അറിഞ്ഞത്. അത് ശബരിയായിരിക്കുമെന്ന് ഞാൻ കരുതി. ആ അതെന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു അമ്മേ. അവള് അല്ല അവൻ പോയി. ആ അതുപോട്ടെ, നീ എന്താ പ്രിയങ്കയുടെ കാര്യം എന്നോട് പറയാതെ മറച്ചു വെച്ചത്? അത് അമ്മ എങ്ങനെ? മോനെ, കോടികൾ മാർക്കറ്റിൽ ഇറക്കി കളിക്കുന്ന ഒരു ബിസിനസ് പേഴ്സണാണ് ഞാൻ. ഇനിയെങ്കിലും ഇത്തരം വിഡ്ഢി ചോദ്യം ചോദിക്കരുത്. പണത്തിന് വാങ്ങാൻ കഴിയാത്തത് ഒന്നുമില്ല എന്നർത്ഥം. ആ അതമ്മേ, അത് അത്ര വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തില്ല. അതാ അമ്മയോട് പറഞ്ഞ അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് ഞാൻ കരുതിയത്. പ്രിയങ്ക എന്റെ മോനെ കൊല്ലാൻ നോക്കിയത് എനിക്ക് ചെറിയ കാര്യമാവോ? നീ ഈ അമ്മയുടെ ലോകമാ മോനെ. എനിക്ക് ശേഷം തൃച്ചംബരത്തിന്റെ കാവലാൾ നീയാ. അങ്ങനെയുള്ള എന്റെ മോന്റെ ജീവൻ എടുക്കാൻ നോക്കിയവളെ ഞാൻ വെറുതെ വിടണോ? നോ, നെവർ. ഇന്നലെ തന്നെ അവളെ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വേണ്ടുന്ന മറുപടിയും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു. മോനെ, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നമ്മൾ ഇപ്പൊ തന്നെ പോവുക കേരളത്തിലേക്ക്. വാ, പോയി ലഗേജ് എല്ലാം പാക്ക് ചെയ്യ്. കമോൺ. അതമ്മേ, ഞാൻ നീ ഒന്നും പറയണ്ട ആനന്ദ്. എനിക്ക് നീയാ പ്രധാനം. ഇപ്പൊ നീ ഇവിടെ മുംബൈയിൽ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ടാ പോകാന്ന് പറയുന്നേ. സോറി, അമ്മയുടെ വാക്കിനെ എതിർക്കുകയാണെന്ന് കരുതരുത്. ഇപ്പൊ പ്രിയങ്കയെ ഭയന്ന് ഞാൻ വന്ന ബിസിനസ് ഡീൽ പൂർത്തിയാക്കാതെ മടങ്ങിയ അതൊരു തോൽവിയാ എനിക്ക്. എന്നെ അങ്ങനെയല്ലല്ലോ അമ്മ വളർത്തിയത്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി 10 മാസം ചുമന്ന് പ്രസവിച്ചതാ എന്നെ. അതേ രക്തം. ഒരു പ്രിയങ്കയും ഭയന്ന് വന്ന ലക്ഷ്യം നിറവേറ്റാതെ പോയെന്ന് ആരെയും കൊണ്ട് പറയിക്കില്ല ഞാൻ. ആ അത് ശരിയാ ആന്റി. ഇപ്പൊ ആനന്ദിനെ കൊണ്ട് ആന്റി പോയാ കൊച്ചുകുട്ടികൾ വഴക്കുണ്ടാക്കുമ്പോ അമ്മ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് തോന്നും. അത് ആനന്ദിന് വലിയ ഇൻസൾട്ടാ. എക്സാക്ട്ലി. കുറച്ചു നേരം ഞാനൊരു അമ്മ മാത്രമായി പോയി. അതാ ഞാൻ നിന്നോട് നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞത്. പക്ഷേ നീ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് പിറന്നവനാണെന്ന് വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുക. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് അഭിമാനമാ മോനെ. ഇനി എത്ര ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല. നീ ഇവിടെ വന്ന കാര്യം പൂർത്തിയാക്കിയിട്ട് മടങ്ങി വന്നാ മതി. അമ്മയ്ക്ക് സമ്മതം. താങ്ക് യു അമ്മേ, താങ്ക് യു വെരി മച്ച്. ശരി, അപ്പൊ ഞാൻ നിന്നെ കാണാൻ ഫ്ലാറ്റിലേക്ക് വരാനിരുന്നതാ. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മ അടുത്ത ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് മടങ്ങട്ടെ. പ്ലീസ് അമ്മേ, ഞങ്ങൾ എയർപോർട്ടിൽ സി ഓഫ് ചെയ്യാൻ വരണോ? വേണ്ട, എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്, എന്നിട്ടേ മടങ്ങും. ഓക്കെ അമ്മേ. ഇവിടെ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും? ഹേയ് നോനോ, ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുന്നു. സുബ്രു, ആന്റി, ആനന്ദിനെ നന്നായി നോക്കണോന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ നിന്നെ വിട്ടത്. നീ ഉള്ളതുകൊണ്ടാ എന്റെ മോൻ രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയാം. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. തിരിച്ചു വന്നിട്ട് കാണാം. ഓക്കെ ആന്റി, താങ്ക് യു വെരി മച്ച്. ബൈ. ബൈ. ഞാൻ വിചാരിച്ചു ഇതോടെ എല്ലാത്തിന്റെ അവസാനമായെന്ന്. അവസാനം ആയാനെ ഞാൻ കണ്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു തൃച്ചംബരത്തെ ഒരു പക്ക പ്രണയകഥ പൊളിഞ്ഞടങ്ങുന്നത്. മച്ചു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രണയം സത്യമാണെങ്കിൽ ആര് വിചാരിച്ചാലും അതിനെ തോൽപ്പിക്കാനാവില്ല. ഈ പ്രകൃതിയും കാലവും ഒക്കെ അതിനെ കൂട്ടി നിൽക്കും. മനസ്സിലായോ? ഉവ്വേ മനസ്സിലായേ.
അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച. അല്ലെങ്കിൽ ആ പാട്ട് വേണ്ട, പിന്നെ കരിമീൻ വേണം തോന്നും. ഉം? ഉം. മോദകപ്രിയനേ മണികണ്ഠ. ഏത് പാട്ട് പാടിയാലും പലഹാരങ്ങളാണല്ലോ. ഈ പാട്ട് എഴുത്തുകാരെ കൊണ്ട് തോറ്റു. എന്റെ പള്ളി, അഖിലാന്റെ ഇത്ര പെട്ടെന്ന് മുംബൈന്ന് വന്നോ? പാട്ടിനും കൂത്തിനൊക്കെ ഇപ്പൊ കിട്ടിയനെ. ഇതെന്താ ഇപ്പൊ മുംബൈയിലേക്കുള്ള ദൂരം കുറച്ചോ? ഓരോ സർക്കാർ വരുമ്പോ ഓരോരോ നിയമങ്ങള്. പത്രം വായിക്കാത്തതിനുള്ള കുഴപ്പം ഇതല്ല. ജയന്തി, ആന്റി ആയിരുന്നോ? ഞാൻ പേടിച്ചു പോയി. വിലാസിനെ ആന്റിയുടെ ഈ ഇരിപ്പൊക്കെ കണ്ടപ്പോഴേ ഞാൻ അഖിലാന്റി ആണെന്നാ വിചാരിച്ചത്. അധികാരം കയ്യിലുണ്ടെങ്കിൽ നീയെന്നല്ല ആരും ഒന്നും ഭയക്കും. അധികാരം അത് ഭ്രാന്ത് പിടിപ്പിക്കാത്ത മനുഷ്യരില്ലെന്ന് കേട്ടിട്ടില്ലേ? ഇന്ന് കുറച്ചു സമയത്തേക്ക് ആ അധികാരം എന്റെ കയ്യിലാ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ അധികാരം. ഞാൻ ചെയ്തോളാം ഇതൊക്കെ. അതെ അതെ, നീ ആവശ്യമില്ലാത്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒന്നാമത് എനിക്ക് നല്ല മാഡം, ജ്യൂസ് അവിടെ വെക്ക്. നിൽക്ക്. മാഡം. നീ ആ പരമ്പരാഗത ചെയിനും കത്തും എന്തിനാ ഡ്രൈവറുടെ കൈ കൊണ്ടു കൊടുത്തത്? ആന്റി ചോദിച്ചത് കേട്ടില്ലേ?
ആ മാലയും കത്തും ദാസേട്ടന്റെ കയ്യിൽ എന്തിനാ കൊണ്ട് കൊടുത്തേന്ന്. മാഡം, അത് കല്യാണിയുടെ. നീ ആ മാലയും കത്തും എന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുന്നതിന് പകരം ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി കൊടുത്തത് എന്തിനായിരുന്നു? മറുപടി പറയടി. ഇടി പറയാൻ. ഇളയമേ, എന്തിനാ ഇപ്പൊ സുജാത അടിക്കുന്നേ? സുജാത എന്ത് തെറ്റ് ചെയ്തു? അരവിന്ദേ, നീ ഇതിൽ ഇടപെടണ്ട. അല്ലെങ്കിലും നിനക്ക് തൃച്ചംബരത്തെ ലേഡി സ്റ്റാഫുകളുടെ കാര്യത്തിൽ ഇടപെടൽ കുറച്ച് കൂടുതലാണല്ലോ. പണ്ടും അതായിരുന്നല്ലോ ശീലം. ഏതായാലും ഇപ്പൊ എന്റെ മോൻ ഇവളുടെ രക്ഷകനാകാനൊന്നും നടക്കണ്ട. ഇറങ്ങിയ വഴിക്ക് പോകാൻ നോക്ക്. ഈ MD സ്ഥാനവും പത്രാസും ഒക്കെ കുറച്ചു ദിവസം കൂടിയേ കാണൂ. വീണ്ടും ആ പഴയ ഓട്ടക്കാലണ തന്നെയാ നീ. ഓ ആയിക്കോട്ടെ. ഏതായാലും ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റി. നന്ദനെ എരികേറ്റി വിടുന്ന മൊത്തം ഇളയമ്മയാണെന്ന്. ഇളയമ്മയുടെ അതേ വാക്കുകൾ തന്നെയാ നന്ദനയുടേതും. ഏതായാലും അമ്മയില്ലെന്ന് കരുതി ഇളയമ്മ ഇവിടുത്തെ സ്റ്റാഫുകളുടെ തോളത്തൊന്നും കയറാൻ നിൽക്കണ്ട. അത് ഭയങ്കര ബോറാണേ. ഒരു ബോറും ഇല്ല. അഖിലാന്റി ഇല്ലെങ്കിലേ ആ അധികാരം വിലാസിനാന്റിക്ക് തന്നെയാ. ആരും അത് എതിർക്കാൻ വരണ്ട.